നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലപ്പെട്ട മുഴുവൻ ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ സമയമെടുത്തേക്കുമെന്ന് ഹമാസ് അറിയിച്ചിരിക്കുകയാണ്. അതായത് ഈ ബന്ദികളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്, ഇനി ബന്ദികളാക്കപ്പെട്ടവരുടെ മൃതദേഹങ്ങളുണ്ട്, അത് കൈമാറേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് ഇനിയും വൈകുമെന്നാണ് ഹമാസിന്റെ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ പ്രതികരണം അത്തരത്തിലാണ്. ഗാസയിൽ ഇസ്രായേൽ തകർത്ത ടണലുകളുണ്ട്. ആ ടണലുകൾക്കുള്ളിലാണ്, മാത്രമല്ല ഈ ടണലുകൾ തകർന്നു, കെട്ടിടങ്ങൾ തകർന്നു. ഈ തകർന്ന കെട്ടിടങ്ങളുടെയും ടണലുകൾക്കുമുള്ളിലുമാണ് ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉള്ളത് എന്നാണ് ഹമാസ് പറയുന്നത്. എല്ലാ ബന്ദികളുടെയും മൃതദേഹം കൈമാറുക എന്ന വെടിനിർത്തൽ കരാറിലെ നിബന്ധന പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്നും ഹമാസ് വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തകർന്ന ടണലുകൾക്കുള്ളിലും കെട്ടിടങ്ങൾക്കുള്ളിലുമുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കാൻ യന്ത്രോപകരണങ്ങൾ ആവശ്യമാണെന്നും ഇസ്രായേൽ അനുവദിക്കാത്തതിനാൽ ഇവ ഗാസയിലേക്ക് എത്തുന്നില്ല എന്നുമാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന വാദം. 23 ബന്ദികൾ മരിച്ചതായാണ് കണക്കാക്കുന്നത്. പക്ഷേ എല്ലാവരുടെയും മൃതദേഹം ഹമാസ് ഇതുവരെയും കൈമാറിയിട്ടില്ല. എന്നാൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിൽ ഹമാസ് കാലതാമസം വരുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഗാസയിലേക്കുള്ള സഹായ വിതരണത്തിന് ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ബന്ദികളാക്കപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നൽകുന്ന കാര്യത്തിൽ അത് പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് ഹമാസ് പറയുന്നത്. എങ്കിലും അത് വൈകുന്നുണ്ട്, ഇനിയും വൈകുമെന്നാണ് ഹമാസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം ഗാസയിൽ ആക്രമണം തുടർന്നാൽ ഹമാസ് നേരിടേണ്ടി വരുന്നത് ഗുരുതര പ്രത്യാഘാതമായിരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹമാസ് ഗാസയിലെ തെരുവിൽ പരസ്യമായി വധശിക്ഷ നടപ്പാക്കിയത് ഉൾപ്പെടെ അക്രമങ്ങൾ തുടരുകയാണ്. അതിനിടയിലാണ് ട്രംപ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആഭ്യന്തര രക്തച്ചൊരിച്ചിൽ തുടർന്നാൽ ഹമാസ് അംഗങ്ങളെ കൊല്ലുകയല്ലാതെ മറ്റു വഴിയില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. ഹമാസ് ഗാസയിലെ ജനങ്ങളെ കൊല്ലുന്നത് തുടർന്നാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് ചെന്ന് അവരെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ല. ഹമാസ് നടത്തുന്ന കൊലപാതകങ്ങൾ സമാധാന കരാറിന്റെ ഭാഗമല്ല എന്നും ട്രംപ് വ്യക്തമാക്കി. ഹമാസ് ഗാസയിൽ നടത്തുന്ന അക്രമങ്ങൾ തന്നെ ബാധിക്കില്ലെന്നായിരുന്നു ട്രംപിന്റെ നേരത്തെയുള്ള പ്രതികരണം. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുകയാണ്. 2 ദിവസത്തിന് ശേഷമാണ് ഇക്കാര്യത്തിൽ നിലപാട് മാറ്റം ട്രംപിന് ഉണ്ടായിരിക്കുന്നതെന്നതും ഇവിടെ ഏറെ ശ്രദ്ധേയം. എതിർ സംഘാംഗങ്ങളെ കൊലപ്പെടുത്തുന്ന ഹമാസിന്റെ പ്രവൃത്തി തനിക്ക് അധികം ക്ഷമിക്കാൻ സാധിക്കില്ല എന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ഹമാസ് ആയുധം കൈവെടിയണം, ഇല്ലെങ്കിൽ ഹമാസിനെ ഞങ്ങൾ നിരായുധീകരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇവിടെ ഓർക്കേണ്ടത്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോഴും പറയുന്നത് ഹമാസിനെ നിരായുധീകരിക്കണം എന്ന ഒരു ലക്ഷ്യം, അതായത് ഹമാസിനെ ഉന്മൂലനാശം ചെയ്യണം എന്നൊരു ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളത് എന്നത് ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെയായിരുന്നു. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. വേഗത്തിലും ചിലപ്പോൾ രക്തരൂക്ഷിതവുമായിട്ട് ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ സാധിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെയാണ് ഗാസയിലെ തെരുവിൽ ഹമാസ് പരസ്യമായി വധശിക്ഷ നടപ്പാക്കിയത്. ഗാസ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് സായുധ പലസ്തീൻ ഗ്രൂപ്പുകളിലെ അംഗങ്ങളെയാണ് തെരുവിൽ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് ഹമാസ് പ്രവർത്തകർ വെടിവെച്ച് കൊന്നത്. ഗാസ സമാധാന കരാറിന്റെ ഭാഗമായി ഹമാസിനെ നിരായുധീകരിക്കുമെന്നാണ് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് അക്രമങ്ങൾ അരങ്ങേറിയതെന്നതും ഏറ്റവും ശ്രദ്ധേയം. അതേസമയം കഴിഞ്ഞ ദിവസം വന്ന മറ്റൊരു വാർത്ത കൂടി, അതിലേക്ക് കൂടി നമുക്ക് പോകാം. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന് കീഴിൽ ഇസ്രായേൽ അധികൃതർ ഗാസയിലേക്ക് തിരിച്ചയച്ച 90 പലസ്തീനികളുടെ മൃതദേഹങ്ങളിൽ പലതിലും പീഡനത്തിന്റെ വധശിക്ഷയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടർമാർ. കണ്ണ് കെട്ടിയതും കൈകൾ കെട്ടിയതും തലയിൽ വെടിയേറ്റതുമായ മുറിവുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നാണ് ഗാൻ യൂനിസിലെ നാസർ ആശുപത്രിയിൽ ഡോക്ടർമാർ വിശദമാക്കുന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ധാരണയുടെ ഭാഗമായി യുദ്ധത്തിനിടെ മരിച്ച ചില ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസ് ഇസ്രായേലിന് കൈമാറിയിരുന്നു. പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട 45ഓളം പലസ്തീനുകളുടെ മൃതദേഹങ്ങളാണ് ഇസ്രായേൽ കൈമാറിയത്. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് വഴിയായിരുന്നു ഈ കൈമാറ്റം. മിക്കവാറും എല്ലാവരുടെയും കണ്ണുകൾ കെട്ടിയിരുന്നു. മാത്രമല്ല ബന്ധിക്കപ്പെട്ട നിലയിലാണ് ഇത് നൽകിയത്. കണ്ണുകൾക്കിടയിൽ വെടിയേറ്റ അവസ്ഥ. മിക്കവാറും എല്ലാവരെയും വധിച്ചിരുന്നുവെന്നാണ് നാസർ ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗം മേധാവി വ്യക്തമാക്കിയത്. കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവരെ മർദ്ദിച്ചതായി കാണിക്കുന്ന പാടുകൾ, ചർമ്മത്തിന്റെ നിറം മങ്ങിയ പാടുകൾ മൃതദേഹങ്ങളിൽ ഉണ്ടായിരുന്നു. കൊല്ലപ്പെട്ടതിന് ശേഷം അവരുടെ മൃതദേഹങ്ങൾ പീഡിപ്പിക്കപ്പെട്ടതിന്റെ അടയാളങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത്. തിരിച്ചറിയൽ രേഖകളില്ലാതെയാണ് ഇസ്രായേലി അധികൃതർ മൃതദേഹങ്ങൾ കൈമാറിയതെന്നും 2 വർഷത്തെ യുദ്ധത്തിൽ കനത്ത ബോംബാക്രമണം നടന്ന ഗാസയിലെ ആശുപത്രികൾക്ക് DNA വിശകലനം നടത്താൻ യാതൊരു മാർഗവുമില്ലെന്നും ഫറ കൂട്ടിച്ചേർത്തു. മരിച്ചത് ആരാണെന്ന് ഇസ്രായേലിന് അറിയാം, എന്നാൽ അത് തിരിച്ചറിയാൻ കൂടുതൽ കഷ്ടപ്പെടണമെന്നാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെന്നും ഡോക്ടർ അഹമ്മദ് അൽ ഫാറ പറഞ്ഞു. അതേസമയം ഗാസ മുനമ്പിനെ ഈജിപ്തിനെ വേർതിരിക്കുന്ന റഫ ഇടനാഴി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ അതിനെ സമ്മതിക്കുകയും ചെയ്തു.
റാഫ ഇടനാഴി തുറക്കുന്നതോടെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഗാസയിലേക്കുള്ള സഹായവുമായി കൂടുതൽ ട്രക്കുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നത് ഏറ്റവും ശ്രദ്ധേയം. ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ ഹമാസ് വൈകുന്നുവെന്ന പേരിൽ റഫ ഇടനാഴി തുറന്നു കൊടുക്കാൻ ഇസ്രായേൽ വിസമ്മതിച്ചിരുന്നു. റഫേൽ യൂറോപ്യൻ യൂണിയന്റെ ദൗത്യ സംഘത്തെ നിയോഗിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇടനാഴി കടക്കാൻ എത്തുന്നവർക്ക് എന്ത് നിയന്ത്രണമാണ് ഏർപ്പെടുത്തുന്നതെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലായിരുന്നു. എന്തായാലും ബന്ദികളുടെ മൃതദേഹങ്ങളൊക്കെ ഇസ്രായേലിന് ഹമാസ് കൈമാറുന്നുണ്ട്. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൈമാറിയ മൃതദേഹങ്ങളിൽ ഒന്ന് ബന്ദിയല്ല എന്നും ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പലസ്തീൻകാരായ 45ഓളം പേരുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറുകയുണ്ടായി. ചൊവ്വാഴ്ചയാണ് കൈമാറിയത്. ഇവർ ഇസ്രായേലിന്റെ കസ്റ്റഡിയിൽ ഇരിക്കെ മരിച്ചതാണോ അതോ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്ത് സൂക്ഷിച്ചിരുന്നതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. 90 പലസ്തീൻകാരുടെ മൃതദേഹങ്ങളാണ് ഇതിനകം കൈമാറിയത്. കരാർ പ്രകാരം പലസ്തീൻകാരായ 360 പേരുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറേണ്ടതുണ്ട്. അതേസമയം ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കണമെന്ന് ഇസ്രായേൽ. ഒരിടത്തും ഹമാസ് അവശേഷിക്കാൻ അനുവദിക്കരുതെന്ന് ഇസ്രായേൽ അഭിപ്രായപ്പെട്ടു. ഗാസയിൽ തങ്ങളെ എതിർത്തവരെ ഹമാസ് പരസ്യമായി കൂട്ടക്കൊല ചെയ്തുവെന്നും ഇസ്രായേൽ ആരോപിച്ചു. അതേസമയം ഗാസയിലെ വെടിനിർത്തൽ കരാറിൽ ഇനി എന്തെന്ന കാര്യത്തിൽ കൂടുതൽ അനിശ്ചിതത്വം തുടരുകയാണ് എന്നതും ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.